വിശക്കുമ്പോൾ മാത്രമാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത്? അതല്ല തെറ്റായ സന്ദേശം നൽകി നിങ്ങളുടെ ശരീരം നിങ്ങളെ കബളിപ്പിക്കുകയാണോ? വിശപ്പ് എന്നാൽ ഉടനെ ഭക്ഷണം കഴിക്കണം എന്നാണ് നമ്മളിൽ മിക്കവരും കരുതുന്നത്. എന്നാൽ വാസ്തവത്തിൽ 6 തരം വിശപ്പുണ്ടെന്നതറിയാമോ? അവയിൽ ഒന്ന് മാത്രമാണ് യഥാർത്ഥമായത്. ബാക്കിയുള്ള 5ഉം വ്യാജ അലാറങ്ങളാണ്. ഈ 6 തരം വിശപ്പുകൾ ഏതാണെന്നും അവ എങ്ങനെ കണ്ടെത്താമെന്നും നമുക്ക് നോക്കാം. ജലാംശം വളരെ കുറഞ്ഞ ഭക്ഷണങ്ങളാണ് നാം ഇന്ന് കഴിക്കുന്നത്. എന്നാൽ നമ്മുടെ പൂർവികർ വെള്ളം ധാരാളം അടങ്ങിയ ഭക്ഷണ രീതിയാണ് പിന്തുടർന്നത്. ശരീരം ദാഹത്തിനുള്ള സന്ദേശം നമുക്ക് തരുമ്പോൾ പലപ്പോഴും അത് വിശപ്പ് മൂലമുള്ളതാണെന്ന് നാം തെറ്റിദ്ധരിക്കാറുണ്ട്. വിശക്കുമ്പോൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കുക. വിശപ്പ് മാറിയാൽ അത് ദാഹം മൂലമുള്ള വിശപ്പാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിന് വൈറ്റമിനുകൾ, പ്രോട്ടീൻ, ധാതുക്കൾ തുടങ്ങിയ പോഷകങ്ങൾ ആവശ്യമായി വരുമ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടും. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, നട്ട്സ് തുടങ്ങിയവ കഴിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ലഭിക്കുകയും ഈ വിശപ്പ് ഇല്ലാതാകുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശപ്പ്. നമ്മുടെ ശരീരത്തിന് വൈവിധ്യമാർന്ന പോഷകങ്ങൾ ആവശ്യമാണ് എന്നതിനാൽ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ദിവസവും ഒരേ തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടാതെ വരികയും വിശപ്പ് ശമിക്കാത്തതിനാൽ നമ്മൾ അമിതമായി ഭക്ഷണം കഴിച്ചു പോകുകയും ചെയ്യും. കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് ദഹിച്ച് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂട്ടുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കുറക്കുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ഊർജ്ജവും കുറയും എന്നതിനാൽ വീണ്ടും നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു. പ്രോട്ടീനും നാരുകളും ശുദ്ധമായ എണ്ണയുമെല്ലാമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ശരിയായ അളവിൽ നിലനിർത്തപ്പെടുന്നു. ഇതിനാൽ അമിതമായി ഭക്ഷിക്കാനുള്ള പ്രേരണ ഇല്ലാതാകുന്നു. ഭക്ഷണവും നമ്മുടെ വികാരങ്ങളും തമ്മിലുള്ള ബന്ധം അനാവശ്യമായി ഭക്ഷണം കഴിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ചെറുപ്പത്തിൽ എന്തെങ്കിലും പ്രത്യേക ഭക്ഷണം നൽകി അമ്മ നമ്മുടെ വിഷമം മാറ്റിയിട്ടുണ്ടാകും. പിന്നീട് എപ്പോഴെങ്കിലും അതേ ഭക്ഷണം കാണാൻ ഇടയാവുകയാണെങ്കിൽ നമുക്ക് അമ്മയുടെ സ്നേഹം ഓർമ്മ വരികയും അത് കഴിക്കണമെന്ന തോന്നലുണ്ടാകുകയും ചെയ്യും. ഇതുപോലെ നമ്മിൽ വികാരമുണ്ടാക്കുന്ന വേറെയും ഭക്ഷണങ്ങൾ ഉണ്ടാകും. വിശപ്പില്ലെങ്കിൽ പോലും ഈ ഭക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമുക്കവ കഴിക്കണമെന്ന തോന്നലുണ്ടാകും. ഡോപ്പമൈൻ എന്ന ഹോർമോൺ ആണല്ലോ നമ്മിൽ തൃപ്തിയും സന്തോഷവും എല്ലാം ഉണ്ടാക്കുന്നത്. നമ്മിൽ വിഷമം, സമ്മർദ്ദം, മടുപ്പ് എന്നീ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോപ്പമൈന്റെ അളവ് കുറയുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ ഡോപ്പമൈന്റെ ഉത്പാദനം കൂടുമെന്നതിനാൽ ഇത്തരം സന്ദർഭങ്ങളിലും നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നതായി തോന്നും. ആരോഗ്യമുള്ള ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കുമ്പോൾ അവ നല്ല രീതിയിൽ ദഹിക്കുകയും നമ്മുടെ വയറ് കാലിയാകുകയും ചെയ്യുന്നു. ആവശ്യത്തിന് പോഷകങ്ങൾ ലഭിച്ചാൽ വയറ് കാലിയായാലും ശരീരം ഭക്ഷണം ആവശ്യപ്പെടില്ല. എന്നാൽ വയറ്റിൽ ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ അതിനെ വിശപ്പെന്ന് തെറ്റിദ്ധരിച്ച് നാം വീണ്ടും ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ ശരീരത്തിന് 3 പ്രധാന ധർമ്മങ്ങളാണ് നിർവഹിക്കാനുള്ളത്: ദഹനം, വൃത്തിയാക്കൽ, കേടുപാടുകൾ തീർക്കൽ. നാം തുടർച്ചയായി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വയം വൃത്തിയാക്കാനും കേടുപാടുകൾ തീർക്കാനും നമ്മുടെ ശരീരത്തിന് സാധിക്കാതെ വരുന്നു. നമുക്കുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളുടെയും തുടക്കം ഇവിടെ നിന്നാണ് എന്നതിനാൽ അടുത്ത തവണ വിശപ്പ് തോന്നുമ്പോൾ സ്വയം ഒന്ന് ചോദിക്കുക, ഇത് ഏത് തരത്തിലുള്ള വിശപ്പാണ്?